കേരളത്തിൽ മഴക്കാലം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇനി പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും നിറയാൻ പോകുന്ന ഒരു വാർത്തയുണ്ട്. മുല്ലപ്പെരിയാർ ഡാം. ഒരു ഡാമിന്റെ ആയുസ് എത്രയാണ്? 50 വർഷം, 100 വർഷം? എന്നാൽ 130 വർഷമായിട്ട് കോടിക്കണക്കിന് ലിറ്റർ വെള്ളവും ചുമന്നു നിൽക്കുന്ന ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഡാമുകളിൽ ഒന്ന്. ഇത്രയും പഴക്കമുള്ള ഡാം ഇത്രയും വലിയ ജനമർദ്ദം താങ്ങി നിൽക്കുന്നതിന് പിന്നിൽ ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിന്റെ വീതിയാണ്. അടിത്തട്ടിൽ ഏകദേശം 138 അടി വീതിയുള്ള ഈ ഡാം മുകളിലേക്ക് പോകും തോറും വീതി കുറഞ്ഞ് 12 അടി എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഒരു കൃത്രിമ മല പോലെ തോന്നിപ്പിക്കുന്ന ഈ ഡാമിനെ വെള്ളത്തിന് അത്ര പെട്ടെന്ന് തള്ളി മാറ്റാനോ തകർക്കാനോ കഴിയില്ല. ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ചുണ്ണാമ്പും സുർക്കയും ചേർന്ന മിശ്രിതം കൊണ്ടാണ്. ഇത് പതിറ്റാണ്ടുകളെടുത്താണ് പൂർണ്ണമായും ഉറയ്ക്കുന്നത്. 50-60 വർഷങ്ങളിലെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് പ്രവർത്തിച്ച് ഈ മിശ്രിതം കൂടുതൽ കട്ടിയുള്ളതായിട്ട് മാറുകയാണ്. മുല്ലപ്പെരിയാർ ഡാം 1895 നിർമ്മിച്ച അതേ അവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. 1979 ആശങ്കകൾക്ക് ശേഷം തമിഴ്നാട് സർക്കാർ പ്രധാനപ്പെട്ട 3 സുരക്ഷാ കരുതലുകൾ എടുത്തിട്ടുണ്ട്. ഡാമിന്റെ പിൻഭാഗത്ത് ഭീമാകാരമായ ഒരു കോൺക്രീറ്റ് മതിൽ കൂടി ചേർത്തുണ്ടാക്കി. ഡാമിന്റെ ആകെ ഭാരവും അടിത്തറയുടെ വിസ്തീർണവും വർദ്ധിപ്പിച്ചു. ഡാമിന്റെ മുകളിൽ നിന്ന് താഴെയുള്ള പാറയിലേക്ക് ആഴത്തിലെ സുഷിരങ്ങൾ ഉണ്ടാക്കി. അതിലേക്ക് അതിശക്തമായ സ്റ്റീൽ കേബിളുകൾ ഇറക്കി ഡാമിനെ ഭൂമിയോട് ഉറപ്പിച്ചു നിർത്തി. ഡാമിനുള്ളിലെ ചോർച്ചകൾ അടയ്ക്കാനായിട്ട് സിമന്റ് മിശ്രിതം ഉയർന്ന മർദ്ദത്തിൽ ഉള്ളിലേക്ക് പമ്പ് ചെയ്തു. എത്രയൊക്കെ അറ്റകുറ്റപ്പണി നടത്തിയാലും ഉൾക്കാമ്പ് 130 വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ്. വെള്ളം നിരന്തരം അരിച്ചു കയറി ഉള്ളിലെ ചുണ്ണാമ്പ് ഒലിച്ചു പോകുന്ന പ്രതിഭാസം ഇതിന്റെ ആന്തരിക ബലത്തെ ബാധിക്കാം. കൂടാതെ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷയെക്കുറിച്ച് വാനോളം പറഞ്ഞാലും ഓരോ മഴക്കാലത്തും ലക്ഷക്കണക്കിന് ആളുകൾ ഭീതിയോടെയാണ് ഇപ്പോഴും കഴിയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് കമന്റ് ചെയ്യൂ.